ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു ശക്തിയാണ് പറയുന്നത്. വിശുദ്ധ മർക്കോസ് 4:35 മുതൽ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാറെന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവായ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോയി. കാറ്റടിക്കുമ്പോൾ യേശു ഉറങ്ങുന്നു. ഇവരുടെ വിശ്വാസം ഇതുതന്നെയാണ്. നമ്മളോട് കർത്താവ് ഉണ്ടെങ്കിലും നമ്മളും ഇതുപോലെ വിശ്വാസത്തിൽ പതറിപ്പോകുന്നവരാണ്. കർത്താവ് നമ്മളോടുണ്ട്, കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കണം. നമ്മുടെ ബോട്ടിൽ കർത്താവ് ഉറങ്ങുകയാണെങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മളോടുണ്ടെങ്കിൽ അവൻ ഏത് നമ്മുടെ മുമ്പിൽ വരുന്ന കാറ്റിനെ ശാസിച്ചമർച്ച ചെയ്യണം. പക്ഷേ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ലയോ ഇപ്പോഴും? അപ്പോഴാണ് ശിഷ്യന്മാർക്ക്, അയ്യോ ഇവനാര്, ഇതുവരെ മനസ്സിലായില്ലേ കർത്താവിനെ? ഇതുപോലാണ് കർത്താവിനെ മനസ്സിലാകാതെ കർത്താവിനോട് നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നവരായിത്തീരുന്നെങ്കിൽ അത്ഭുതം കാണാൻ സാധിക്കുകയില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകി ഇവരോട് കൂടെ ഇരുന്ന് വഴി നടത്തിക്കൊള്ളണം. നിൻ്റെ മക്കളുടെ കുടുംബത്തിലുള്ള വ്യക്തി ജീവിതങ്ങളിലുള്ള കാറ്റുകളും കോളുകളും എല്ലാം അമർച്ച ചെയ്യുവാനുള്ള ദൈവശക്തി നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അത്ഭുതകരമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.